നടിയെ ആക്രമിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന നടൻ ദിലീപ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദിലീപും അഭിഭാഷകരും. എന്നാൽ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അഡ്വക്കേറ്റ് രാംകുമാർ മുഖേനയാവും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുക. ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായതിലെ നിയമപ്രശ്നവും പുതിയ ഹർജിയിൽ ഉന്നയിക്കും. ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കുക. അതിനാൽ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ സമർപ്പിച്ചാലും 2 ദിവസത്തിന് ശേഷമായിരിക്കും ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടാവുകയുള്ളൂ. ക്രിമിനൽ ഗൂഢാലോചന, കൂട്ടബലാത്സംഗം തുടങ്ങി 11ഓളം വകുപ്പുകൾ ദിലീപിനെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചത്. നിലവിൽ ഈ മാസം 25 വരെയാണ് ദിലീപിന്റെ റിമാൻഡ് കാലാവധി. ദിലീപ് ഇപ്പോൾ ആലുവ സബ് ജയിലിലാണുള്ളത്. ജാമ്യത്തിനായി ഏതറ്റം വരെയും പോകുമെന്ന് ദിലീപിന്റെ ബന്ധുക്കളും അഡ്വക്കേറ്റ് രാംകുമാറും വ്യക്തമാക്കിയിട്ടുണ്ട്. ലിജോ വർഗീസ്, മീഡിയ 1, കൊച്ചി.